ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചൂരിദാറിൻ്റെ ഒക്കെ നെക്കൊക്കെ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നമ്മുടെ അളവ് ഇതുപോലെയാണ് നമ്മൾക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്ക് കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ, നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. നമുക്ക് ക്യാൻവാസ് ഇല്ലാത്ത രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് തുന്നത്തുണിക്ക് വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പീസിനെ ഇതുപോലെ നേരെ പകുതിയായി മടക്കി, കണ്ടോ, ഇതുപോലെ നേരെ പകുതിയായി മടക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ റൗണ്ട് പീസിനെ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഈ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലമൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിനനുസരിച്ച് കണ്ടോ ഈ ഒരു പീസിന് കറക്റ്റായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ കഴുത്ത് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കണ്ടോ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് 1.5 ഇഞ്ച് റൗണ്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഈ ഒരു പീസിന്റെ ഈ ഒരു സൈഡ് വശം കണ്ടോ, ഒരു സൈഡ് വശം, ഈ ഒരു സൈഡ് വശം നമുക്ക് ആദ്യം ഒന്ന് മടക്കി ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കുക. റൗണ്ടിൽ ഇത് മടക്കി തയ്ച്ചെടുക്കുക. ഇതുപോലെ റൗണ്ടിൽ മടക്കി തയ്ച്ചെടുക്കുക. കണ്ടോ, വലിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഒരു സൈഡ് മാത്രം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മുടെ ബോഡി പീസ് കണ്ടോ, ഇതിൻ്റെ കഴുത്ത് ഭാഗം നമ്മുടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് അതിന് മുകളിൽ ഇതുപോലെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മളിവിടെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് നമുക്കിവിടെ എക്സ്ട്രാ തുണി കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് കറക്റ്റ് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഈ ഒരു പീസിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് തുടങ്ങുന്ന സ്ഥലത്ത് കറക്റ്റ് ഈ ഒരു പീസിനെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് തുടങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുമ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു എൻഡ് വശം കണ്ടോ കറക്റ്റ് നമുക്കത് പീസ് അവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുകൾ ഭാഗവും കറക്റ്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കഴുത്ത് വലിഞ്ഞു പോവുകയോ ചുരുങ്ങി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കേട്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കണ്ടോ ഉള്ളിലേക്ക് ഇതിനെ ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, നമുക്കത് നല്ലവണ്ണം ഒന്ന് കട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് പ്രസ് ചെയ്ത് മടക്കി കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു സൈഡിൽ കൂടി ഉള്ളിലേക്ക് ആ ഒരു പീസിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഉൾവശം കണ്ടോ, ഉൾവശം നമുക്ക് ഇവിടെ സൈഡ് ഭാഗം നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്ക് മുകളിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വെച്ചുകൊണ്ട് കറക്റ്റ് വീതിയിലാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് മുകളിൽ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വൃത്തി ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു തുണിയുടെ കറക്റ്റ്
കറക്റ്റ് അളവിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ റൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾവശത്ത് നിന്ന് ആ ഒരു പീസിൽ കൂടി കറക്റ്റ് നിങ്ങൾക്ക് ഉൾവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്താൽ നല്ല വൃത്തിയോടുകൂടി കൂടുതൽ ഭംഗിയായിട്ട് കിട്ടും. കാരണം മുകളിൽ വരുന്ന സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടും. ഉൾവശത്തുള്ള സ്റ്റിച്ച് ആയിരിക്കില്ല മുകളിൽ വരിക ഇതുപോലെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉൾവശവും നമുക്ക് ഈ ഒരു സൈഡൊക്കെ കറക്റ്റ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻവാസ് ഇല്ലെങ്കിലും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.